വന്ന് കയറിയതല്ലേ ഉള്ളൂ നീ, ഇരിക്ക്, രാഘവൻ ഗൗരിയോട് പറഞ്ഞു. ചേച്ചി വാ എന്ന് പറഞ്ഞ് ദീപ്തി ഗൗരിയെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി സെറ്റിയിലിരുത്തി. പങ്കജം, നീ അവൾക്ക് കഴിക്കാൻ കൊടുക്ക്. പിന്നെ വന്നിരിക്കുന്നത് കൊച്ചി രാജാവിൻ്റെ കൊച്ചുമകളല്ലേ, സൽക്കരിച്ചിരുത്തി ഊട്ടാൻ. എനിക്കൊന്നും വേണ്ട അച്ഛാ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണാൻ വന്നതാ. അദ്ദേഹത്തോട് ഞാൻ ഇവിടെ വരുന്നു പറഞ്ഞിട്ടില്ല. എനിക്ക് വേഗം പോണം. ഇവിടെ നിനക്ക് കാണാൻ ആരിയ്ക്കുന്നടി? 10-15 വർഷം നീ ഇവരെ ആരെയും കണ്ടിട്ടില്ലല്ലോ. ഇപ്പം ഇവിടെ വന്ന് 1-2 മാസം ആയിട്ടല്ലേ ഉള്ളൂ. കുറച്ച് ദിവസം കാണാതിരുന്നപ്പോഴേക്കും നിനക്ക് ഇവിടെയുള്ളവരെല്ലാം കാണാൻ അത്രയ്ക്ക് അങ്ങ് പൂതിയായോ? പങ്കജം ചോദിച്ചു. ഒന്നും മിണ്ടാതിരിക്കമ്മേ, ചേച്ചി എന്നെ കാണാൻ വന്നതാ, ദീപ്തി പറഞ്ഞു. ഗൗരി ദീപ്തിയെ നോക്കി ഒന്ന് ചിരിച്ച് അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. നിനക്ക് സുഖാണോ? പഠിക്കുന്നില്ലേ നീ? ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട് ചേച്ചി. ഈ ദിയ ചേച്ചിയാ ഇപ്പോൾ ഒന്നും പഠിക്കാത്തത്. ആ അങ്കിള് ഫോൺ വാങ്ങിച്ചു തന്നതിന് ശേഷം ദിയ ചേച്ചി എപ്പോഴും ഫോൺ നോക്കിയിരിക്കുക തന്നെയാ. ഒന്നും പഠിക്കുന്നില്ല. ആര് പറഞ്ഞു ഞാൻ പഠിക്കുന്നില്ലെന്ന്? ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്, ദിയ പറഞ്ഞു. നിങ്ങൾ വഴക്ക് കൂടണ്ട. രണ്ടാളും നന്നായി പഠിക്കണം. നല്ല ജോലിയുണ്ടെങ്കിലേ നന്നായി ജീവിക്കാൻ പറ്റൂ. ഓ, നീ ഇപ്പം നന്നായി പഠിച്ച് നല്ല ജോലിയുണ്ടായിട്ടാണല്ലോ ജീവിക്കുന്നത്. ഓരോരുത്തരുടെ ജീവിതം അവരവരുടെ തലയിലെഴുത്ത് പോലെ ഇരിക്കും, പങ്കജം അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഇറങ്ങുക അച്ഛാ എന്ന് പറഞ്ഞ് ഗൗരി അവിടുന്ന് എഴുന്നേറ്റു. അവൾ വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും പോരടിച്ച് ഓടിപ്പിക്കാൻ വൈകിയോ നിനക്ക്? രാഘവൻ പങ്കജത്തോട് ചോദിച്ചു. അതുകൊണ്ടൊന്നല്ല അച്ഛാ, എനിക്ക് വേഗം പോണം. നിനക്ക് സുഖമാണോ അവിടെ? അവൾ മൂളിക്കൊണ്ട് തലയാട്ടി. എന്താടി, നിന്റെ മൂളലിന് അത്ര സുഖം ഇല്ലല്ലോ. സംശയിക്കേണ്ട ഇളയമേ, ഞാൻ ഇത്രയും കാലം അനുഭവിച്ചിട്ടില്ലാത്ത സുഖവും സന്തോഷം എനിക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ നന്നായി തന്നെ നോക്കുന്നത്, ഗൗരി അഭിമാനത്തോടെ പറഞ്ഞു. എത്ര കാലം ഉണ്ടാവോടി നീ അവൻ്റെ കൂടെ? ഒരുത്തൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നിനക്ക് കഴിയോ? ഇവൻ നിനക്ക് എത്രാമത്തെയാ? 3 4? പങ്കജത്തിൻ്റെ ആ ചോദ്യം കേട്ടതും ഗൗരിയുടെ തല താഴ്ന്നുപോയി. നിന്നെ നിന്റെ അമ്മാവൻ ഇവിടെ കൊണ്ടുവന്ന് തള്ളുമ്പോൾ നിന്റെ ചരിത്രം മുഴുവൻ വിളമ്പിയിട്ടാ പോയത്. അതുകൊണ്ട് എൻ്റെ നേരെ നിന്ന് നീ സംസാരിക്കണ്ട. പങ്കജം, മതി പറഞ്ഞത്. അവൾ പോയിക്കോട്ടെ. ഗൗരി അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയതും രാമകൃഷ്ണൻ്റെ കാർ ഗേറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അതിൽ നിന്നിറങ്ങി ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ ഗൗരിയെ കണ്ട് അയാൾ ചോദിച്ചു. ഓ, നീ വീണ്ടും വന്നോ? അവളെ വല്ലാതെ അടിമുടി നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. നീ ഒന്നുകൂടി മിനുങ്ങിയിട്ടുണ്ടല്ലോടി. എന്താ അതിൻ്റെ രഹസ്യം? അവൾക്ക് അയാളുടെ നോട്ടവും ഭാവവും കണ്ട് അറപ്പ് തോന്നി. രാഘവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് അവളെ പുറകിലേക്ക് മാറ്റി നിർത്തി പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെറുതെ കയറി ഇറങ്ങിയാൽ നിന്റെ കാശ് കിട്ടാൻ പോകുന്നില്ല. ശല്യം ചെയ്യാൻ നിന്ന പോലീസിൽ അറിയിക്കും. വേഗം പോയി അറിയിക്ക്. എന്നിട്ട് വേണം എനിക്ക് പോലീസുകാരോടും മീഡിയയോടൊക്കെ വിളിച്ചു പറയാൻ. പെൺമക്കളെ വെച്ച് കാശുണ്ടാക്കുകയാണ് നീയെന്ന്. എന്ന് രാമകൃഷ്ണൻ പറഞ്ഞതും രാഘവൻ അയാളുടെ ചെകിടത്ത് ആഞ്ഞൊന്ന് പൊട്ടിച്ചു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയായതിനാൽ അയാൾ തെറിച്ചു മുറ്റത്ത് വീണു. അവിടുന്ന് പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിച്ച് രാഘവൻ പറഞ്ഞു. എടാ, നീ നല്ലവനായിരിക്കുമെന്ന് വിചാരിച്ചാ ഞാൻ എൻ്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരാൻ നിന്നത്. ഇവളുടെ ഭാഗ്യം കൊണ്ടാ അതന്ന് നടക്കാതെ മറ്റൊരാൾ ഇവളെ താലി ചാർത്തിയത്. നിന്നെപ്പോലൊരു വൃത്തികെട്ടവൻ്റെ കൂടെയായിരുന്നെങ്കിൽ എൻ്റെ മകൾ ജീവിതകാലം മുഴുവൻ എന്നെ ശപിച്ച് കഴിയുമായിരുന്നു. ഈശ്വരനാ അവളെ അതിൽ നിന്ന് രക്ഷിച്ചത്. ഇനി എൻ്റെ ഗേറ്റ് കടന്ന് നീ അകത്തേക്ക് കയറിയ നിന്റെ കൈയും കാലും ഞാൻ തല്ലിയൊടിക്കും. ഇവിടെ ആരും ആവശ്യപ്പെട്ടിട്ടല്ല നീ ഓരോന്ന് കാണിച്ചു കൂട്ടിയത് എന്ന് രാമകൃഷ്ണനോട് പറഞ്ഞ ശേഷം രാഘവൻ പങ്കജത്തോട് പറഞ്ഞു. പങ്കജം, അതിങ്ങടുക്ക്. പങ്കജവും മക്കളും രാഘവൻ്റെ പ്രവൃത്തി കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു. പങ്കജം വേഗം അകത്തേക്ക് ഓടിക്കയറി ഒരു ബാഗ് എടുത്തുകൊണ്ടുവന്ന് രാഘവന് കൊടുത്തു. അയാൾ അത് വാങ്ങി രാമകൃഷ്ണന് നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ വാങ്ങി തന്ന സാധനങ്ങളാ ഇതെല്ലാം. നീ തന്നെ കൊണ്ടുപോയിക്കോ. ഒന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് ദിയയോട് രാഘവൻ ചോദിച്ചു. ആ ഫോൺ എവിടെ? ദിയ വേഗം ചെന്ന് ഫോൺ അതിൻ്റെ കവറോടെ എടുത്തുകൊണ്ടുവന്ന് രാഘവന് കൊടുത്തു. ഇതും കൊണ്ടുപോയിക്കോ. ഇനി ഇവിടേക്ക് നീ വന്നു പോകരുത്. എടാ, നീ മൂർഖനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നത്, ഓർത്തോ, രാമകൃഷ്ണൻ പറഞ്ഞു. പോടാ, നീ മൂർഖനല്ല, നീർക്കോലിയാ. രാമകൃഷ്ണൻ ദേഷ്യത്തോടെ അവിടുന്ന് പോയി. രാഘവൻ തിരിഞ്ഞ് ഗൗരിയെ നോക്കി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കും മോളെ. ഇവൻ ഇങ്ങനൊരുത്തനാണെന്ന് അച്ഛൻ അറിഞ്ഞില്ല.
സാരല്ല അച്ഛാ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയാൾ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. ഗൗരിക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ തുളുമ്പിപ്പോയി. അവൾ രാഘവനെ കെട്ടിപ്പിടിച്ച് അയാളുടെ നെഞ്ചിൽ തലവെച്ച് കരഞ്ഞു. തൻ്റെ അച്ഛൻ തന്നെ ചേർത്ത് പിടിച്ച് ചുംബിച്ചിരിക്കുന്നു, തന്നെ സമാധാനിപ്പിച്ചിരിക്കുന്നു. അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അവൾക്കതുവരെ അയാളോടുണ്ടായിരുന്ന പരിഭവമെല്ലാം അലിഞ്ഞില്ലാതായി. അത് കണ്ട് സഹിക്കാതെ പങ്കജം പറഞ്ഞു, ഓ, ഇപ്പം അച്ഛനും മകളും ഒന്നായോ? എന്നിട്ട് പങ്കജം അവരുടെ അടുത്തേക്ക് വന്ന് ഗൗരിയെ രാഘവന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തി പറഞ്ഞു, എടി, ഈ വീട്ടിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് നീയാ. ഇവിടെ വന്ന് അവൻ ബഹളം ഉണ്ടാക്കിയത് നീ കാരണാ. പങ്കജം പറഞ്ഞു തീരുന്നതിനു മുൻപ് രാഘവൻ അവളുടെ ചെകിടത്ത് ഒന്ന് പൊട്ടിച്ചു. ഇതെല്ലാം നീ കാരണാ. കുടുംബത്തിൽ വെറുതെ പ്രശ്നം വേണ്ട, സമാധാനായി പോട്ടേന്ന് വിചാരിച്ചാ ഞാൻ പലതും കണ്ടില്ലെന്ന് നടിച്ച് മിണ്ടാതിരുന്നത്. പങ്കജം അടികൊണ്ട ഭാഗത്ത് നന്നായി തടവിക്കൊണ്ട് പറഞ്ഞു, ഞാനാണോ ആ രാമകൃഷ്ണനെ ഇവൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത്? നിങ്ങൾ തന്നെയല്ലേ? നിന്റെ അടുത്തുനിന്ന് ഇവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടേന്ന് വിചാരിച്ചു. പിന്നെ അവനൊരു പണക്കാരനാണല്ലോ, അവിടെ ഇവള് സുഖമായി കഴിയുമെന്നും വിചാരിച്ചു. ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ഇവളെ സ്നേഹിക്കുന്നവനാണെന്നും ഇവർ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും, എന്നാൽ നമുക്ക് കല്യാണം നടത്തി കൊടുക്കാമെന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ അതിന് കൂട്ടുനിന്നു. ഇവളോട് ചെയ്തതെല്ലാം ഓർത്ത് എനിക്കിപ്പോൾ കുറ്റബോധമുണ്ട്. അച്ഛാ, എൻ്റെ പേരിൽ വെറുതെ വഴക്കിടേണ്ട, ഞാൻ പോയേക്കാം. അവൾ അവിടെ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. രാഘവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ സന്തോഷം നൽകി. അവൾ അതാലോചിച്ച് നടക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് രാമകൃഷ്ണൻ ഇറങ്ങുന്നത് കണ്ട് അവൾ വല്ലാതെ പേടിച്ചു. അവൾ പരിസരമൊന്ന് വീക്ഷിച്ചു. ആരും തന്നെ അവിടെയൊന്നുമില്ല. അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. അയാൾ പുറകെ ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി. കയ്യിന്ന് വിട് എന്ന് പറഞ്ഞ് അവൾ കൈ കുടഞ്ഞു. എടീ, ഈ രാമകൃഷ്ണൻ ഒന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്താക്കാതെ വിടില്ല എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചു. അവൾ പേടിച്ചു വിറച്ച് വിടാൻ പറഞ്ഞ് ബഹളമുണ്ടാക്കി. അവൾ ബഹളമുണ്ടാക്കുന്നത് കണ്ട് അയാൾ അവളുടെ വായ അടച്ചുപിടിച്ച് അവളെ കാറിനുള്ളിൽ വലിച്ചു കയറ്റി. അയാൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറാൻ തുടങ്ങിയതും അവൾ മറുവശത്തു കൂടി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഓടി. അയാൾ പുറകെ ഓടി അവളെ പിടിച്ചു. എടി, എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിച്ചോ നീ എന്ന് പറഞ്ഞ് അവളുടെ കവിളിൽ അയാൾ അടിച്ചു. അവൾ താഴെ വീണു. അയാൾ അവളുടെ കവിളിൽ പിടിച്ചു ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ പറഞ്ഞു മോഹിപ്പിച്ച് എൻ്റെ കയ്യിൽ നിന്ന് കാശും ചിലവാക്കിച്ചിട്ട് എന്നെ കറിവേപ്പില പോലെ കളയാന്ന് വിചാരിച്ചോടി അച്ഛനും മകളും. അവിടുന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും കാറിനടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ വിടാൻ പറഞ്ഞ് അവൾ ബഹളമുണ്ടാക്കി അയാളെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. ദൂരെ നിന്നൊരു ഓട്ടോ വരുന്നത് കണ്ട് അയാൾ കാറിലേക്ക് അവളെ ശക്തിയായി കയറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവൾ ബലം പ്രയോഗിച്ച് അയാളെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓട്ടോ അടുത്തെത്താറായതും അവളെ റോട്ടിലേക്ക് തള്ളിവിട്ട് അയാൾ കാറെടുത്ത് അവിടുന്ന് പോയി. താഴെ വീണുകിടക്കുന്ന ഗൗരിയുടെ അടുത്ത് ആ ഓട്ടോ നിർത്തി അയാൾ ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ഉണ്ടായത്? അയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാ. ആരാ അയാൾ? അറിയില്ല. ഞാൻ കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ എല്ലാ കാര്യവും എല്ലാവരും അറിയുമെന്നതിനാൽ അവൾ പറഞ്ഞു, എന്നെ വീട്ടിൽ വിട്ടാൽ മതി. രാമകൃഷ്ണൻ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് അവൾ ഓട്ടോയിൽ കയറി. താഴെ കൈയിടിച്ച് വീണതുകൊണ്ട് കൈമുട്ടിൽ മുറിവുണ്ടാവുകയും കയ്യിൽ കിടന്നിരുന്ന കുപ്പിവള പൊട്ടി അതിൻ്റെ ചില്ല് കയ്യിൽ കയറി അതിൽ നിന്ന് രക്തം വരികയും ചെയ്തിരുന്നു. താഴെ വീണതിനാൽ ഉടുത്തിരുന്ന സാരിയെല്ലാം അഴുക്ക് പറ്റിയിരുന്നു. ആ കോലത്തിൽ മഹേന്ദ്രത്തിലേക്ക് ചെല്ലുന്നത് ഉചിതമല്ലെന്ന് തോന്നി അവൾ ദീപയുടെ വീട്ടിലേക്ക് പോയി. ദേവൻ ലിവിംഗ് റൂമിൽ സെറ്റിയിൽ അസ്വസ്ഥനായി ഇരിക്കുകയായിരുന്നു. അവൾ വേണമെങ്കിൽ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അവളുടെ വീടിനടുത്തുള്ള അമ്പലത്തിലേക്കാണ് പോയതെന്നല്ലേ രാമേട്ടൻ പറഞ്ഞത്. സാർ ഇവിടെ കഴിക്കാതെ പട്ടിണി ഇരുന്നതുകൊണ്ട് അവൾ നേരത്തെ വരുമൊന്നുമില്ല. അവൾ അവിടുന്ന് കഴിച്ചിട്ടേ വരൂ. സാർ വന്നിരുന്ന് കഴിക്കാൻ നോക്കൂ, രവി പറഞ്ഞു. ദേവൻ ഒന്നും മിണ്ടാതെ ടി വിയിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഗൗരി ദീപയുടെ വീട്ടിൽ ചെന്ന് ഡ്രസ് മാറി കയ്യിലുണ്ടായിരുന്ന മുറിവെല്ലാം ക്ലീൻ ചെയ്ത് മരുന്ന് വച്ചതിന് ശേഷമാണ് മഹേന്ദ്രത്തിലേക്ക് വന്നത്. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ദേവൻ തലചരിച്ച് ഡോറിനടുത്തേക്ക് നോക്കി. അവൾ അകത്തേക്ക് കയറി വന്ന് ലിവിംഗ് റൂമിലിരിക്കുന്ന ദേവനെയും രവിയെയും ഒന്ന് നോക്കി ചിരിച്ചതിന് ശേഷം അവളുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ദേവൻ ദേഷ്യത്തോട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഉച്ചത്തിൽ പറഞ്ഞു, നിക്ക്. അവൾ ഒരു ഞെട്ടലോടെ അവിടെ നിന്നു.
ദേഷ്യത്തോടെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ദേവനെ കണ്ട് അവൾ വല്ലാതെ ഭയന്നു.